ജീവിതത്തിൽ എല്ലാവരും സുഖം ആഗ്രഹിക്കുന്നവരാണ്. ആരും ദുഃഖം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ സുഖം പ്രതീക്ഷിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഒടുവിൽ ദുഃഖപര്യവസായിയായിത്തീരുന്നു. എന്താണ് ഇതിൻ്റെ കാര്യം? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം അനുഭവിക്കാം. മോശമായ കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലവും അനുഭവിക്കാം. അപ്പോൾ കർമ്മഫലം അനുഭവിക്കാതെ ആർക്കും ഇവിടെ നിന്ന് പോകാൻ സാധ്യമല്ല. അത് ചെറിയ കർമ്മമായിരുന്നാലും വലിയ കർമ്മമായിരുന്നാലും അത് അനുഭവിച്ചേ തീരൂ. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, യഥാധേനു സഹസ്രേഷു വത്സോ ഗച്ഛതി മാതരം തഥാ പൂർവകൃതം കർമ്മം കർത്താരമനുഗച്ഛതി. 10,000-കണക്കിന് പശുക്കളുടെ ഇടയിൽ ഒരു പശുക്രാവ് തൻ്റെ അമ്മയെ എങ്ങനെയാണോ കണ്ടെത്തി അതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടുത്തെത്തുന്നത്, അതുപോലെയാണ് അവനവൻ ചെയ്യുന്ന കർമ്മഫലമാണ് കർത്താവിനെ വിടാതെ പിന്തുടരുന്നത്. ഈ രഹസ്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. നമസ്തേ.